ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തിലോപ്പിയ മീൻ എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്നാണ്. അത് സിമ്പിൾ മെത്തേഡിലൂടെ നമുക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ മീൻ എടുക്കുക. മീൻ എടുത്തിട്ട് ഇത് ചെതമ്പൽ കളയുന്ന മീനാണ്, എന്നാൽ പോലും നമുക്കിത് ചെതമ്പൽ കളയാതെ തന്നെ തൊലി എടുക്കാം. അതെങ്ങനെയാണെന്ന് കാണിക്കുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ മുകളിലെ മുള്ള് ആവശ്യം നമ്മളൊന്ന് ചെത്തിക്കളയണം. എന്നിട്ട് അതേപോലെ തന്നെ താഴെ തന്നെ കളയണം. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ആ കഴുത്തിൻ്റെ സൈഡിൽ നിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് തൊലി ഇളക്കിയിട്ട് നമുക്ക് വലിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആ തൊലി ഒന്ന് ഇങ്ങനെ എടുത്ത് വെക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എത്ര മീനുണ്ടോ അത്രയും മീനിൻ്റെ അതുപോലെ തന്നെ ചെയ്യണം. ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്ന കൂടുതൽ ഈ മീനാണ്. ഇപ്പോൾ ട്രോളിങ് സമയമാണ്, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ പോകുന്ന ഈ മീനാണ്. അപ്പോൾ വീട്ടമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു സാധനം കൂടിയാണ് ഈ മീൻ. ഇത് സിമ്പിൾ മെത്തേഡിലാണ് നമ്മളിപ്പോൾ കാണിച്ചിരുന്നത്. എന്നിട്ട് അതിൻ്റെ ആ തൊലി നമ്മൾ എടുത്ത് വെച്ചില്ലേ, അവിടുന്ന് ഒരു തുണി കൂട്ടിയിട്ട് സിമ്പിളായിട്ട് ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ആ ഇറച്ചി നിന്ന് ആ തൊലി നൈസായിട്ട് വരും. അത് അധികം മസിലും പിടിക്കൊന്നും വേണ്ട, സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ചിലവർ ഫുള്ളായിട്ട് എടുക്കും. ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ നമ്മളിതിപ്പോൾ എടുക്കുന്നത് 2 കഷ്ണമാക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ വേസ്റ്റും കാര്യങ്ങളെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ മീനിൻ്റെ പരിപാടി കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഇതുപോലെ 2 പീസാക്കും. നമ്മൾ വറുക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ചിലവരിത് കറി വയ്ക്കാനും എടുക്കും. നല്ല മീനാണ്. അപ്പോൾ ഇതുപോലെ സിമ്പിൾ പരിപാടിയിലാണ് ഈ മീൻ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ കിട്ടും. അപ്പോൾ മീനിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീട്ടിലെ മുഷിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവരാണെങ്കിൽ നല്ല ആക്റ്റീവായ ടീമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായ രീതിയിൽ ആയെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തന്നെയാണോ മീൻ മുറിക്കുന്നതെങ്കിൽ, നിങ്ങളെ അമ്മേനെ സഹായിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഓക്കെ.